ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് കേറ്ററ്റ് 1 ബേസ് ചെയ്തിട്ട് ഒരു ടോപ്പിക്ക് നോക്കാം. സംവേദനവും അതുപോലെ തന്നെ പ്രത്യക്ഷണവും. സംവേദനം എന്ന് പറയുന്ന സെൻസേഷൻ, അതുപോലെ തന്നെ പ്രത്യക്ഷണം എന്ന് പറയുന്ന പെർസെപ്ഷൻ ആണ്. അപ്പം എന്താണ് സംവേദനം, എന്താണ് പ്രത്യക്ഷണം അല്ലേ? സംവേദനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി ബാഹ്യലോകത്ത് നിന്നുള്ള ഉത്തേജനങ്ങളെ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് സംവേദനം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച് അതിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ സംവേദനം എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ണ് അല്ലേ, ദൃശ്യപരമായിട്ടായിരിക്കും നമുക്ക് കണ്ണിൽ നിന്ന് കാഴ്ചയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു പൂവിനെ നമ്മൾ കണ്ടു, അത് ചുവന്ന പൂവാണ്, കാഴ്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ചെവിയാണെങ്കിൽ ശ്രവണ സംവേദനമാണ്, മണിയുടെ ശബ്ദം കേൾക്കുക എന്നുള്ളതല്ല. മൂക്കാണെങ്കിലോ ഗന്ധം വഴിയായിരിക്കും അല്ലേ, മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു. നാവ് രുചി, മധുരം, കയ്പ്, പുളി ഇത്തരത്തിലുള്ള രുചികളെല്ലാം തിരിച്ചറിയുന്നു. ത്വക്കാണെങ്കിൽ സ്പർശന സംവേദനമാണ്. ഇപ്പം ചൂട്, തണുപ്പ് അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ തൊടുന്നത്, ഇതെല്ലാം തന്നെ നമ്മൾ സ്പർശന സംവേദനമായിട്ടുള്ള ത്വക്കിലൂടെയാണ് അറിയുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഉത്തേജനം സ്വീകരിച്ച് ഉണ്ടാകുന്ന സംവേദനമാണ് നമ്മളിപ്പോൾ പഠിച്ചത് സംവേദനം എന്ന് പറയുന്നത്, സെൻസേഷൻ. ഓക്കെ, പക്ഷെ പ്രത്യക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയങ്ങൾ വഴി നമുക്ക് കുറച്ച് സംവേദനങ്ങൾ ലഭിച്ചിട്ടുണ്ട് അല്ലേ? ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ വളരെയേറെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതിൽ ആവശ്യമുള്ളത് മാത്രം നമ്മൾ സ്വീകരിക്കുന്നു എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. നമ്മൾ ആവശ്യമുള്ളത് മാത്രം കേട്ടു കണ്ടു എന്നൊക്കെ വിചാരിക്കാറുള്ളൂ. ആവശ്യമില്ലാത്തത് നമ്മൾ ആ ഭാഗത്തേക്ക് പോകാറില്ല. അപ്പോൾ ഈ ലഭിച്ചേക്കുന്ന അനുഭവങ്ങൾക്കൊക്കെ അർത്ഥം കൈവരുമ്പോഴാണ് അതെന്താകുന്നത്? പ്രത്യക്ഷണമാവുന്നത്. ഓക്കെ, അപ്പോൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നതല്ല പ്രത്യക്ഷണം. ലഭിച്ച ഒരു സംവേദനത്തെ തിരിച്ചറിഞ്ഞ് വ്യാഖ്യാനിച്ച് അതിന് അർത്ഥമുണ്ടാക്കി എടുക്കുന്നതാണ് സംവേദനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ദൂരത്ത് നിന്ന് ഒരു വസ്തുവിനെ കാണുവാണ്. അപ്പം എന്തോ ഒരു വസ്തു അവിടെ ഉണ്ടല്ലോ എന്നവൻ കാഴ്ചയിലൂടെ അവൻ കണ്ടെത്തി. അപ്പം ആദ്യം കണ്ണിൽ പ്രകാശം പതിക്കുന്നതാണ് സംവേദനം, അല്ലെങ്കിൽ ആദ്യത്തെ കാഴ്ചയാണ് സംവേദനം. അതൊരു പൂവാണെന്ന് അവൻ തിരിച്ചറിയാണ്. അപ്പം അതിനൊരു അർത്ഥം വരുവാണ്. ഞാൻ കണ്ട കാഴ്ച ഒരു പൂവായിരുന്നു, ഒരു ചുവന്ന പൂവായിരുന്നു, ഒരു വെളുത്ത പൂവായിരുന്നു. അങ്ങനെ അർത്ഥം വരുമ്പോഴാണ് അത് പ്രത്യക്ഷണമാകുന്നത്. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഒരു വ്യക്തി മുല്ലപ്പൂവിനടുത്ത് പോകുമ്പോൾ മുല്ലപ്പൂവിന്റെ മണം മൂക്കിലെത്തുന്നു അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഒരു ഉദാഹരണം എന്താ? ആഹാ, മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നേ? ആ ഗന്ധം അനുഭവപ്പെടുകയാണല്ലേ. ആഹാ, മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ടല്ലോ. ആ ഗന്ധം മൂക്കിലെത്തുന്നത് സംവേദനം എന്ന് പറയുന്നു. മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ട് എന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കുന്നത് ഗന്ധത്തിലൂടെയാണ്, സ്മെല്ലിലൂടെയാണ്. അതാണ് സംവേദനം. ആഹാ, മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വ്യക്തി മനസ്സിലാക്കുന്നു. ആ വിരിഞ്ഞത് എനിക്ക് ലഭിച്ച സ്മെല്ല് മുല്ലപ്പൂവിൻ്റെ തന്നെയായിരുന്നു, അത് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് തന്നെയായിരുന്നു എന്ന് അവൾ വ്യക്തമാക്കുന്നു, അല്ലെങ്കിൽ അർത്ഥവത്തായിട്ട് മനസ്സിലാക്കുന്നു, വ്യക്തമാക്കുന്നു. അതാണ് പ്രത്യക്ഷണം. എനിക്ക് ജ്ഞാനേന്ദ്രിയത്തിലൂടെ ലഭിച്ച ആ ഒരു സംവേദനം അർത്ഥവത്തായി മാറി, ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയായിരുന്നു അത് എന്ന് പ്രത്യക്ഷണത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗന്ധം അനുഭവപ്പെടുന്നത് സംവേദനം. ആ ഗന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പൂ വിരിഞ്ഞതായി തിരിച്ചറിയുന്നതാണ് പ്രത്യക്ഷണം. അതുകൂടാതെ തന്നെ നമുക്ക് രണ്ടാമതൊരു എന്താണ് എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. തടിമില്ല് പിന്നെയും പ്രവർത്തനം തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ തടിമില്ല് പിന്നെയും പ്രവർത്തനം തുടങ്ങിയെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ശബ്ദത്തിലൂടെയാണ് അയാൾ തിരിച്ചറിയുന്നത്. ശ്രവണ സംവേദനമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. കേൾക്കുന്ന ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രവണ സംവേദനത്തിലൂടെ അയാൾ ആ ശബ്ദം തിരിച്ചറിയുകയാണ്. അതിനുശേഷം തടിമില്ല് പ്രവർത്തനം ആരംഭിച്ചു എന്ന് അയാൾ മനസ്സിലാക്കുമ്പോൾ വ്യക്തമാക്കുകയാണ് അത് തടിമില്ല് തന്നെ ആയിരുന്നു, ഞാൻ ഉദ്ദേശിച്ചത് ശരിയാണെന്ന്. അതിനൊരു അർത്ഥം കൈവരുമ്പോഴെന്തായി? അത് പ്രത്യക്ഷണമായി മാറി. ഓക്കെ, ശബ്ദം കേൾക്കുമ്പോൾ സംവേദനം, ആ ശബ്ദം തടിമില്ലിൻ്റെതാണെന്ന് തിരിച്ചറിയുന്നതാണ് എന്ത്? പ്രത്യക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സംവേദനവും പ്രത്യക്ഷണവും എന്താണ്? ഇന്ദ്രിയങ്ങളിലൂടെ ലഭിച്ച കാര്യങ്ങളെയാണ് നമ്മൾക്ക്, അനുഭവങ്ങളെയാണ് നമ്മൾ സംവേദനം എന്ന് പറയുന്നത്. ആ സംവേദനങ്ങൾക്ക് ഒരു അർത്ഥം കൈവരുമ്പോൾ അത് പ്രത്യക്ഷണമായി മാറുന്നു. ഇപ്പോൾ പുറത്തേക്കൂടെ പോയതൊരു കാറാണെന്ന് തോന്നുന്നു, അത് നമ്മുടെ തോന്നലാണ്, നമ്മുടെ ശബ്ദത്തിലൂടെയാണ് തിരിച്ചറിഞ്ഞേക്കുന്നത് സംവേദനം. അത് നമ്മൾ മുറ്റത്ത് ഇറങ്ങി നോക്കുമ്പോൾ അത് കാറ് തന്നെയാണ്, അത് പ്രത്യക്ഷണത്തിലേക്കായി മാറി, അതിനൊരു അർത്ഥം വരികയാണ് ചെയ്തത്. അപ്പോൾ കാണുന്നു, കേൾക്കുന്നു, അതുപോലെ തന്നെ രുചി അറിയുന്നു,
ഇതൊക്കെ എന്താണ്? സംവേദനമാണ്. അത് മനസ്സിലാക്കി അതിനർത്ഥം വരുമ്പോൾ അത് പ്രത്യക്ഷണം ആയി മാറുന്നു. ഓക്കെ. അപ്പോൾ വേറൊരു ഉദാഹരണം കൂടി നോക്കുവാണെങ്കിൽ, സ്കൂളിൽ മണിയുടെ ശബ്ദം കേൾക്കുന്നു. അപ്പം അത് സംവേദനം. ഈ ഒരു മണിയുടെ ശബ്ദം കേട്ടു, അല്ലെങ്കിൽ ഈ ശബ്ദത്തിലൂടെ ക്ലാസ് അവസാനിച്ചു എന്ന് മനസ്സിലാക്കുകയാണ്. അത് പ്രത്യക്ഷണമാണ്. ഓക്കെ. ഒരു ഭക്ഷണത്തിന്റെ രുചി നാവിൽ അനുഭവപ്പെട്ടു, അത് സംവേദനം. ഇത് മാങ്ങയുടെ രുചിയാണെന്ന് തിരിച്ചറിയുന്നത് എന്താണ്? പ്രത്യക്ഷണമാണ്. കൈകൊണ്ടൊരു ചൂടുള്ള വസ്തുവിൽ സ്പർശിക്കുന്നു, സംവേദനമാണത്. ഇത് ചൂടുള്ള പാത്രമാണ്, എൻ്റെ കൈ പൊള്ളി എന്ന് അർത്ഥവത്തായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് പ്രത്യക്ഷണമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ സംവേദനം, അതുപോലെ തന്നെ പ്രത്യക്ഷണം, സെൻസേഷൻ, അതുപോലെ തന്നെ പെർസെപ്ഷൻ ആണ് നോക്കിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് സിറ്റുവേഷൻ ബേസിൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതുമാത്രമല്ല, ഇത് DLED സെമസ്റ്റർ എക്സാമിനും കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തിട്ടാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഇനിയും അടുത്തൊരു വീഡിയോയിലൂടെ PYQ അല്ലെങ്കിൽ ഇതുപോലെ ടോപ്പിക് വൈസ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക്